എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇപ്പം ഏറ്റവും പുതിയൊരു പ്രഖ്യാപനമുണ്ട് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ വക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിനൊരു എയിംസ് എന്ന് 2025 കൂടി അതിൻ്റെ ഒരു പ്രപ്പോസലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം എവിടെയാണ് കേരളത്തിൽ എയിംസ് വരാൻ സാധ്യത കൂടുതലുള്ളത്. 2016 അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു സ്ഥലത്താണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലും ക്ലാരിറ്റി ഇല്ല ഏതാണ് അദ്ദേഹം പറഞ്ഞതെന്ന സ്ഥലം എന്നുള്ളത്. ട്രിവാൻഡ്രത്ത് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിൻകര അപ്പുറത്തൊരു സ്ഥലത്ത് ഇത്ര ഏക്കർ സ്ഥലമുണ്ട് അത് ചെയ്യാതെ. പക്ഷേ നെയ്യാറ്റിൻകര അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ ആ ഒരു എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ തമിഴ്നാടും കേരളത്തിൻ്റെ എൻഡ് ബോർഡറായിപ്പോയി. അത് നമുക്ക് എത്രത്തോളം ഉപയോഗപ്രദമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആൾറെഡി നമുക്ക് RCCയും ശ്രീചിത്രയും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജൊക്കെ ട്രിവാൻഡ്രത്ത് ഉണ്ടായതുകൊണ്ട് ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട്. ഒന്ന്, അത് കുറച്ചുകൂടെ ബൂസ്റ്റായി വരാം. രണ്ട് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് എന്തുവാ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തയായി പോവും ഒരു കണക്കിന് പറഞ്ഞാൽ, വേറൊരു കണക്കിൽ പറഞ്ഞാൽ. കാരണം ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിരിക്കും മിക്കതും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡൽഹി ആയാലും ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും മധുരയിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ അകത്തോട്ട്, കേരളത്തിൻ്റെ അകത്തോട്ട് ഒരു സെൻട്രലായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമായിരുന്നു. ഇപ്പം അയൽ സംസ്ഥാനക്കാർക്ക് ഉപയോഗത്തിന് ഇതിൽ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് കാസർഗോഡ് ആണെങ്കിൽ നമുക്ക് ഈ കർണാടകയുടെ ആൾക്കാർക്ക് അവിടെ എൻഡോസൾഫാൻ ദുരിതത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഉപയോഗപ്രദമാകും. ഇപ്പോൾ കാസർഗോഡാണ് വരുന്നതെങ്കിൽ അവിടെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയും ഇല്ല എന്നാണ് ഇപ്പോഴത്തുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് BJP ആൾക്കാർ പറയുന്നത് അവർ അവിടെ പാലക്കാട് ചെയ്തെങ്കിൽ വളരെ നന്നാവുമെന്നാണ്. ശരിക്കും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെൻട്രൽ പാർട്ട് തന്നെയാണ്. അത് കൂടാതെ കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്കും അവർക്കും അത് അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു സൗകര്യമുണ്ട്. സോ അതും നമുക്ക് പരിഗണിക്കാനാവുന്നതാണ്. പിന്നെ വേറെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ആദിവാസി ഊരായ അട്ടപ്പാടിയൊക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ അടുത്താണ് അവിടുന്ന്. അപ്പം നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും അതും ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്ലസ് പോയിന്റാണ് പാലക്കാട് വരുന്നത്. അതുപോലെ പാലക്കാട് സംബന്ധിച്ചോളം അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്താൽ മാത്രം മതി. സ്ഥലത്തിൻ്റെ പരിമിതികളൊന്നും പാലക്കാടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് ബാക്കി ഒരു ജില്ലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് തൃശ്ശൂർ ആൾറെഡി ഒരു മെഡിക്കൽ കോളേജും 3-4 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നിൻ്റെയും കൂടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. അത് കഴിഞ്ഞ് ആലപ്പുഴ ഉണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്, കൊല്ലത്ത് പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് സത്യം പറഞ്ഞാൽ ESICയിലായിരുന്നു. ശരിക്കും ESICയിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഒരു പക്ഷേ എത്തേണ്ടതായിരുന്നു. അത് സ്റ്റേറ്റ് എടുത്തതാണ് ശരിക്കും ഏറ്റവും വലിയൊരു അബദ്ധമായത്. ഞാൻ ശരിക്കും പറയണം. കാരണം ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻറ്റിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനാണ് അവരെ ആശുപത്രി കൊണ്ട് പോകുന്നത് ഇവിടുത്തെ കാഷ്വാലിറ്റിയിൽ. അത്ര ഉത്തരവാദിത്തപരമായിട്ടല്ല കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. ശരിക്കും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ CT ഒക്കെ എടുത്ത് നോക്കേണ്ടതാണ്. കാരണം മൂക്കിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും അന്ന് ആരും ഒന്നും ചെയ്തില്ല. പിന്നെ അവരെയൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. 2 പിള്ളേരും ഉണ്ടായിരുന്നു, കുറച്ച് വയസ്സായ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെയൊക്കെ വേറെ ഗോകുലത്തിലും മറ്റേ പുള്ളിക്കാരനെ കൊല്ലത്താണ് അന്ന് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ ആരെങ്കിലും എടുത്ത് ചോദിച്ചാൽ കൂടി ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ പറയാറില്ല. കാരണം വളരെ ചെറിയൊരു ഹോസ്പിറ്റലാണ്, ഒരു 3-4 ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ ആകപ്പാട്. അവിടെയാണ് ഈ പറഞ്ഞ MBBSും PG കോച്ചിങ് ഒക്കെ നടന്നത്. സത്യം പറഞ്ഞാൽ പിള്ളേരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ശരിക്കും അവർ വലിയ വലിയ കേസുകൾ ശരിക്കും ഉള്ള ഒരു മെഡിക്കൽ, ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടും. അവിടുത്തെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറി ഉടനെ കാഷ്വാലിറ്റി ഒരു ഭാഗം എല്ലാവരും പോയി കാണും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാനും പോയി കണ്ട് ശരിക്കും ഞെട്ടിപ്പോയ സ്ഥലമാണ്. ഒരുപാട് ഏക്കർ കണക്കിന് ഏരിയ താഴെ. പിന്നെ RCC ഉണ്ട്, ശ്രീചിത്രയുണ്ട്, എല്ലാം കൂടെ ചേർന്നുകൊണ്ടായിരിക്കാം. അവിടെ പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷറിൻ്റെ 10% പോലും ഇവിടെയുള്ള പാരിപ്പള്ളിയിൽ കിട്ടുന്നില്ല. ജസ്റ്റ് MBBS പഠിക്കാവുന്ന രീതിയേ ഉള്ളൂ. അത് വിടാക്കാം. അങ്ങനെ പറയുന്നതല്ല, പ്രൈവറ്റിനേക്കാളും ബെറ്റർ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ESICയിലായിരുന്നു എങ്കിൽ അതിനൊരു മെഡിക്കൽ കോളേജായിട്ട് കൺവേർട്ട് ചെയ്ത് മുന്നോട്ട് വരികയായിരുന്നുണ്ടെങ്കിൽ വേറൊരു ലെവലിൽ നമ്മുടെ പാരിപ്പള്ളി എത്തിയാണ്. കാരണം 2017-18 ആയിരുന്നു എൻ്റെ ബ്രദറിന് അവിടെ ഒരു സർജറി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ഒരു ഡോക്ടറിനെ കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതുമല്ല അവിടെയൊക്കെ ഈ പുറത്തുനിന്ന് പഠിച്ച മീൻസ് ആന്ധ്രയിൽ ഒക്കെ ഉള്ള പിള്ളേരായിരുന്നു. അണ്ണന് അന്ന് ഒരു ദിവസം രാവിലെ റൗണ്ട്സിന് വന്ന ഒരു സാറ് PG SR ആയിരുന്നു, സർജറിയിൽ ഒരു SR ആയിരുന്നു പുള്ളിക്കാരൻ. ആന്ധ്രയിൽ നിന്ന് വന്നായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡൗൺ ടു എർത്ത്, ഭയങ്കരമായിട്ട് നമ്മൾ എന്തോ നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയ ഒരു മനുഷ്യനാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു സാറിന്. സോ അതിന് ശേഷമാണ് അത് സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതും
അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് അത് തിരിച്ച് ESIC എടുത്ത് അവർ മെഡിക്കൽ കോളേജായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ ശരിക്കും വേറൊരു ലെവലിൽ ഇത് എത്തും, ഈ മെഡിക്കൽ കോളേജും ആ സംഭവം എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ ഉള്ളത് ശരിക്കും അറിയാമല്ലോ, സ്റ്റേറ്റിൻ്റെ വലിയ ക്യാഷും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഫോളിക് ആസിഡ് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. ഫോളിക് ആസിഡ് എന്ന് വെച്ചാൽ എല്ലാ ഗർഭിണികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അത് ഗവൺമെൻറ് ആശാ വർക്കർ മുഖേന കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഫാർമസി വഴി ചോദിച്ചാലും സത്യം പറഞ്ഞാൽ കിട്ടേണ്ടതാണ്. ഇതൊന്നും അവിടെ ഇല്ല. അതൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ബാഡ് തിങ്സ് അല്ലേ ഒരു. സോ ഞാൻ കുറ്റം പറയാൻ വിട്ടില്ല, അത് വിട്ടേക്കാം. സോ ഇപ്പോൾ ഉള്ള സാധ്യത അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 1 പാലക്കാട്, 2 കാസർഗോഡ്, ട്രിവാൻഡ്രം. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഇത് വരുന്നത്. കോഴിക്കോട് എന്തായാലും വരത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവിടെ ആൾറെഡി നല്ലൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് കോഴിക്കോട്. പിന്നെ ടാറ്റയുടെ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു എന്നൊരു ന്യൂസുകളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കോഴിക്കോട് വരുമെന്ന്. കോഴിക്കോട് വന്നിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. ഭയങ്കരമായിട്ടൊരു എല്ലാവർക്കും അക്സസിബിൾ അല്ലാത്തൊരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ അതെന്ന് വെച്ചാൽ പാലക്കാടോ ആ ഒരു ഏരിയ ആണെങ്കിൽ കുറച്ചും കൂടി അക്സസിബിൾ ആണ് നമുക്ക്. ഇപ്പം വന്ദേ ഭാരതൊക്കെ ട്രെയിനും എല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ അതിർത്തി സ്റ്റേറ്റ് ഇപ്പം തമിഴ്നാടുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അവർക്കും ഉപയോഗപ്രദമാകും. ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞൊക്കെ കർണാടകയാവും. സോ ഈ 3 സ്ഥലമാണ് ഇപ്പം ഏറ്റവും പരിഗണനയിലുള്ളത്. കോഴിക്കോടൊന്നും വരത്തില്ല, വെറുതെ പറയുന്നതാണ്. സ്റ്റേറ്റ് വെറുതെ സ്ഥലം എടുത്ത് വെച്ചേക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊന്നും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കാൻ ചാൻസ് ഇല്ല. സോ എന്ത് തന്നെ വന്നാലും എയിംസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു പഠനത്തിൻ്റെ രീതി തന്നെ മാറും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളും സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ പ്രൈവറ്റിലോ അല്ലെങ്കിൽ ഫോറിലോ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ വലിയ അന്തരമുണ്ട്. അവർ കാണുന്ന കേസുകൾ, അവരുടെ എക്സ്പോഷർ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഞാൻ പറയുന്ന എല്ലാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ല. ഇപ്പം എയിംസ് ഭുവനേശ്വരോ എയിംസ് മധുരയോ അല്ലെങ്കിൽ എയിംസ് കല്യാണോ, അതൊക്കെ ശരിക്കും ചെറിയ ഇപ്പം തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അപ്പം അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഒരു സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അത്രയൊക്കെ ഉള്ളൂ വർക്ക് ലോഡും എല്ലാം. ജസ്റ്റ് ഒരു സെൻട്രലിൻ്റെ പേര് മാത്രമേ അവിടെയൊക്കെ ഉള്ളൂ. സത്യമാണ്. പക്ഷേ എന്നാലും ഒരു മിനിമം ഒരു 5 വർഷത്തിനുള്ളിലത്തും ശരിക്കും ഒരു നല്ലൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോൾ ഒരു ഡൽഹിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ എത്താൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. എയിംസ് എന്തായാലും കേരളത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ തിരുവനന്തപുരം സമയത്തോളം ശരിക്കും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞാണ് അദ്ദേഹം ജയിച്ചെങ്കിൽ ട്രിവാൻഡ്രത്ത് എന്തായാലും ഒരു എയിംസ് കൊണ്ടുവരുമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജയിച്ചില്ല. ചെറിയൊരു വോട്ട് മാർജിനാണ് പോയത്. ശരിക്കും വിഷമമുണ്ട്. ഞാൻ പേഴ്സണലി അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചായിരുന്നു. നമ്മൾ ഈ RCCയിലൊക്കെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രത്ത്, അതും നമ്മുടെ ടാറ്റ എന്ന് വെച്ചാൽ ടാറ്റ ഹോസ്പിറ്റലും ഈ ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റലൂടെ ചേർന്നിട്ട് PP മോഡൽ എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഒരു PP മോഡലിൽ അവരത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് എല്ലാം ഗവൺമെൻറ്റേയും, പക്ഷേ ബാക്കി മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ടാറ്റയാണ് ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, റിസർച്ചിൻ്റെ കാര്യങ്ങൾ. മുമ്പേ ടാറ്റ ഹോസ്പിറ്റൽ എന്നൊക്കെ മലയാളികൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കുറച്ചുകൂടെ നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലാണ്. സോ സത്യം പറഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള RCC കണക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരും വെയിറ്റ് ചെയ്യുകയാണ്, അവരുമായിട്ട് കൊളാബ് ചെയ്യാനും റിസർച്ചിൻ്റെ കാര്യത്തിനൊക്കെ. സോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം ആവശ്യം രാജീവ് ചന്ദ്രശേഖർ സാർ ഞാൻ അയച്ചായിരുന്നു അന്ന്. അപ്പോൾ സാർ പറഞ്ഞു ജയിക്കട്ടെ നോക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് സാർ വാട്സപ്പ് നമ്പറൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തായിരുന്നു മെസ്സേജ് അയക്കാനൊക്കെ. അപ്പോൾ ഞാനകത്ത് മെസ്സേജ് അയച്ചായിരുന്നു. ശരിക്കും അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ട്രിവാൻഡ്രത്ത് മെട്രോ, ഈ RCCയുടെ കാര്യങ്ങൾ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഇഷ്യൂസ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും. നല്ലൊരു ക്യാൻറ്റീൻ പോലും ഇല്ല അവിടെ ശരിക്കും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. അവിടെയുള്ള സഹകരണ സംഘങ്ങളുടെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അവിടെ. പിന്നെ നമ്മുടെ അവിടെ തന്നെ വേറെ ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും സാറ് കൊണ്ടുവന്നാണ്. അത് തോറ്റുപോയി. ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. പേഴ്സണലി എനിക്ക് വിഷമമാണ്. എന്നെ സഹായിച്ചൊരു മനുഷ്യനാണ്. സോ അടുത്ത തവണ ട്രിവാൻഡ്രക്കാട് ഒരു കാര്യം പറയാനുള്ളൂ, പ്ലീസ് അദ്ദേഹത്തിനെ പോലുള്ള ആളെ ജയിപ്പിക്കുക. 2 എയിംസിൻ്റെ കാര്യത്തിൽ ശരിക്കും ഏത് എയിംസ് വന്നാലും നമുക്ക് നല്ല ഉപയോഗമായിരിക്കും. കാരണം നമുക്ക് അവിടെ ജോലി ചെയ്യാം. ഒരുപാട് പേർക്ക് ജോലി കിട്ടും എയിംസ് വന്നു കഴിഞ്ഞാൽ. ഇപ്പം ഡോക്ടർമാരോ അല്ല, നേഴ്സല്ല, അതിൻ്റെ ഏറ്റവും താഴെയുള്ള മീൻസ് ഒരു കടക്കാരന് വരെ, എൻ്റെ ഫ്രണ്ടിലോട്ടുള്ള കടക്കാർക്ക് വരെ ഒരുപാട് രീതിയിലുള്ള ജോലിയും കാര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. സോ വരട്ടെ. വളരെ സന്തോഷമുണ്ട് വരുന്നതിന്.